ഒരമ്മയ്ക്ക് ശാരീരിക വൈകല്യമുണ്ടെങ്കിൽ പ്രസവത്തിന് ശേഷം ആ ഒരു അമ്മയെയും കുഞ്ഞിനെയും ആര് പിന്തുണയ്ക്കും? അത്തരം അമ്മമാരുടെ ജീവിതം എളുപ്പമാക്കാൻ സർക്കാർ എന്താണ് ചെയ്തത്? നമ്മുടെ കേരളത്തിൽ മാതൃത്വത്തിന്റെ വെളിച്ചം എല്ലാ വീട്ടിലും എത്തിക്കാൻ ഒരു പ്രത്യേക സർക്കാർ പദ്ധതി ഉണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതെ എന്നാണ് അതിന്റെ ഉത്തരം. മാതൃജ്യോതി എന്ന സർക്കാർ പദ്ധതിയെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ പദ്ധതി ആർക്കൊക്കെയാണ് നേടാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു പദ്ധതിയിലൂടെ അർഹരായ ഓരോ ഭിന്നശേഷിക്കാരായ അമ്മമാർക്കും പ്രതിമാസം 2000 രൂപയാണ് ലഭിക്കാൻ പോകുന്നത്. അതും കുഞ്ഞിന് 2 വയസ്സ് പ്രായം വരെ, അതായത് പ്രസവിച്ച് കുഞ്ഞിന് 2 വയസ്സാകുന്നവരെ ഈ ഒരു പദ്ധതിയിലൂടെ പ്രതിമാസം 2000 രൂപ അർഹതപ്പെട്ട ആ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ലഭിക്കുന്നു. ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമമാണ് റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. കേരള സർക്കാരും ഈ ഒരു നിയമത്തെ ബഹുമാനിക്കുന്നുണ്ട്. മാതൃജ്യോതി പദ്ധതി ഈ ഒരു പദ്ധതിയെ അടിസ്ഥാനമാക്കി നടപ്പിലാക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, ഈ ഒരു പദ്ധതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ ഈ ഒരു തുകയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ മാനദണ്ഡമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, ഈ ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസവത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ ഈ ഒരു പദ്ധതിയിലേക്ക് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു പദ്ധതിയിലൂടെ ഭിന്നശേഷിയുള്ള ഒരു അമ്മയ്ക്ക് 2 തവണ മാത്രമേ ആനുകൂല്യം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ നേടാൻ സാധിക്കില്ല. ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് പല മാനദണ്ഡങ്ങളുമുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതിൽ ഏത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കാണ് ലഭിക്കുന്നത്, അതുപോലെ തന്നെ എത്ര ശതമാനമാണ് ആ ഒരു ഡിസബിലിറ്റീന്റെ ആ ഒരു പെർസെൻറ്റേജ് എത്രയാണ് എന്നിവ അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഉദാഹരണത്തിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ കൃത്യമായി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ടൈപ്പ് ഓഫ് ഡിസബിലിറ്റിയിൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നതാണ് ബ്ലൈൻഡ്നെസ്. അതിൽ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി വരുന്നത് 60%. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, അതും 60%. മൂന്നാമത്തേത് സെറിബ്രൽ പൾസി, അതും 60% തന്നെയാണ്. ലോക്കോമോട്ടർ ഡിസബിലിറ്റി, അതും 60%. പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി വരുന്നത് 60%. പിന്നെ വരുന്നത് മസ്കുലാർ ഡൈസ്ട്രോഫി, അതും പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി വരുന്നത് 50%. ഇപ്പോൾ ഞാൻ 2-3 ഡിസബിലിറ്റീസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്തരത്തിൽ ഏകദേശം 20-21 കാറ്റഗറി ഓഫ് ഡിസബിലിറ്റീസും അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റീസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആ പരിചയമുള്ള ആ ഒരു അമ്മ ഏത് തരത്തിലുള്ള ഡിസബിലിറ്റിയിലാണ് ഉള്ളത്, എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത് എന്നിങ്ങനെ മനസ്സിലാക്കി അവർ അർഹരായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് നിങ്ങളുടെ ആ ഒരു തുക കൈപ്പറ്റാവുന്നതാണ്. ഇപ്പോൾ ഭിന്നശേഷിയുള്ള അമ്മയുടെയും കുഞ്ഞിനെയും എങ്ങനെ സംരക്ഷിക്കാം, അവർക്ക് സർക്കാരിന്റെ സൈഡിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്, ഇൻഷുറൻസ്. നിങ്ങൾ ടേം ഇൻഷുറൻസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോളിസി ബസാർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾ ഒരു ടേം ഇൻഷുറൻസ് ആണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പ്രതിമാസം 400 രൂപ മുതൽ 500 രൂപ നൽകി നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. പോളിസി ബസാറിൽ 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 15% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതുമാത്രമല്ല 1 കോടി രൂപയുടെ കവറേജും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇനി നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് ആണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പ്രീമിയം എമൗണ്ട് 400 രൂപ മുതൽ 500 രൂപ വരെ പ്രതിമാസം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസും ആരംഭിക്കാം. ഇതിലൂടെ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ കവറേജ് ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടേം ഇൻഷുറൻസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോളിസി ബസാറിലൂടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അല്ലെങ്കിൽ പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പദ്ധതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറെ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, ഭിന്നശേഷിയുള്ള അമ്മമാർക്കാണ് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സമർപ്പിക്കേണ്ട ഡോക്യുമെന്റ്സിൽ വരുന്നതാണ് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്. രണ്ടാമത് നൽകേണ്ടത് കുഞ്ഞിന്റെ ജനനശേഷമുള്ള ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്. മൂന്നാമത് നമ്മളുടെ
നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ നൽകേണ്ടത് നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇത്തരത്തിൽ നമ്മൾ കറക്റ്റായ ഡോക്യുമെന്റ്സും ആ ഫോമും കൃത്യമായി ഫിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയി സമർപ്പിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം. ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുടുംബം അതുപോലെ തന്നെ ജോലി എല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത്തരത്തിലുള്ളവരെ സഹായിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഓരോ കുഞ്ഞിന്റെയും ആദ്യത്തെ 2 വർഷത്തെ വളർച്ചയും പോഷക സമൃദ്ധമായ ആഹാരവും നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ പണമില്ല എന്നൊരു കാരണം കൊണ്ട് ഈ ഒരു ഭിന്നശേഷിയുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടാൻ പാടില്ല എന്നൊരു ലക്ഷ്യവും നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ഒരു അവസാന തീയതി ഉണ്ടാകും. കുഞ്ഞ് ജനിച്ച് 6 മാസത്തിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരമ്മയ്ക്ക് ഈ ഒരു പദ്ധതിയിലൂടെ 2 തവണ മാത്രമേ ബെനിഫിറ്റ്സ് നേടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ അധികമാകാൻ പാടില്ല. നിങ്ങളുടെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ ഫോമും ഫിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമായി വെച്ചോ എന്നും ഫോമുകളെല്ലാം കൃത്യമായി ഫിൽ ചെയ്തോ എന്നും നിങ്ങൾ അപേക്ഷ കൺഫേം ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഫൈനൽ സബ്മിഷന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ തുടക്കത്തിൽ ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. എങ്ങനെയാണ് ഈ ഒരു പദ്ധതി ലഭിക്കുന്നത്, ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നേടാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് ആ സംശയങ്ങളെല്ലാം തീർക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഈ ഒരു പദ്ധതിയിൽ അർഹരാണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അവർക്കും ഈ ഒരു ബെനിഫിറ്റ്സ് നേടാൻ സാധിക്കും. പിന്നെ മറക്കണ്ട, ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.